ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ പാഠപ്രവർത്തനങ്ങളാണ്. 5ാമത്തെ അധ്യായം അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്ന് പറയുന്ന പാഠത്തിലെ വർക്കുകളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഈ വർക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ ഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ടീച്ചർ എടുത്തത്. ഈ വർക്കുകളാണ് നമുക്ക് എഴുതാനുമുള്ളത്. നമുക്ക് എന്തൊക്കെ വർക്കുകളാണ് എന്നുള്ളത് എന്ന് നോക്കാം. ഇന്ന് ചെയ്യാൻ പറഞ്ഞ വർക്കുകൾ 3 വർക്കുകളാണ്. ഒന്ന്, മുട്ടയിടുന്ന ജീവികളെയും പ്രസവിക്കുന്ന ജീവികളെയും പട്ടികപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് 1ാമത്തെ പ്രവർത്തനം. 2ാമത്തെ പ്രവർത്തനം അരയന്നങ്ങളും ആമയും തമ്മിലുള്ള സംഭാഷണം എഴുതുന്നതിനുള്ള പ്രവർത്തനമാണ്. 3ാമത്തെ പ്രവർത്തനം അരയന്നങ്ങളുടെ കഥ ബാക്കി ഭാഗം ചിത്രം വരച്ച് എഴുതി പൂർത്തിയാക്കാനുള്ള ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെ 3 പ്രവർത്തനമാണ് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 1ാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. മുട്ടയിടുന്ന ജീവികളെയും പ്രസവിക്കുന്ന ജീവികളെയും പട്ടികപ്പെടുത്താനുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു 2 കള്ളി വരച്ചിട്ട് ഒരു കള്ളിയിൽ മുട്ടയിടുന്ന ജീവികളെന്നും അടുത്ത കള്ളിയിൽ പ്രസവിക്കുന്ന ജീവികളെന്നും എഴുതിയതിനു ശേഷമാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ, ആദ്യത്തെ കള്ളിയിൽ മുട്ടയിടുന്ന ജീവികൾ എന്നുള്ള കള്ളിയിൽ നമുക്ക് ഈ ജീവികളെ നമുക്ക് പരിചയമുള്ള ജീവികളാണ്. കോഴി, താറാവ്, മയില്, കാക്ക, കുയില്, പരുന്ത്, തത്ത, മയില്, മരം കൊത്തി, ഒട്ടകപ്പക്ഷി, മുതല, മലമ്പാമ്പ്, ഇതൊരു പാമ്പാണ് മലമ്പാമ്പ്, എമു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എമു, രാജവെമ്പാല, മറ്റൊരു മുട്ടയിടുന്ന പാമ്പാണ് കൊതുക്. ഇത്രയും ജീവികളാണ് മുട്ടയിടുന്ന ജീവികൾ. ഇനി നമുക്ക് അടുത്ത കള്ളിയിൽ പ്രസവിക്കുന്ന ജീവികൾ എഴുതാം. പ്രസവിക്കുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മളെപ്പോഴും കാണാറുള്ളത് തന്നെ പൂച്ച, ആന, ആട്, നായ, സിംഹം, പശു, അണ്ണാൻ, കുരങ്ങ്. നിങ്ങളൊക്കെ യാത്രയിൽ കണ്ടിരിക്കും കുരങ്ങ് കുട്ടികളെ പിടിച്ച് നടക്കുന്നത്. കുരങ്ങ്, മുയല്, മത്സ്യം, തിമിംഗലം, കടുവ, വവ്വാല്, അണലി പാമ്പാണ്. ഇത് പ്രസവിക്കാറാണ്. ഈ ജീവികളെ നമുക്ക് പ്രസവിക്കുന്ന ജീവിയുടെ കൂട്ടത്തിൽ എഴുതാം. അങ്ങനെ ആ 1ാമത്തെ പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാം. 2ാമത്തെ പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത് സംഭാഷണം എഴുതാം എന്നുള്ള ഈ പ്രവർത്തനമാണ്. സംഭാഷണം ഈ ഭാഗത്താണ് നമ്മൾ എഴുതേണ്ടത്. ഇത് വായിച്ചു നോക്കാം. അരയന്നങ്ങൾ ദൂരെയുള്ള മറ്റൊരു കുളത്തിലേക്ക് പോവുകയാണ്. ആമക്ക് സങ്കടമായി. ആമയും അരയന്നങ്ങളും തമ്മിലുള്ള സംഭാഷണം എഴുതുമെന്നാണ്. മുകളിലുണ്ടായിരുന്നു. നമുക്ക് ഈ കഥയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ആ സംഭാഷണം എഴുതേണ്ടത്. കൂട്ടുകാർ ഈ കഥ ഒന്ന് വായിക്കണം. വായിച്ചതിന് ശേഷമായിരിക്കണം ആ സംഭാഷണം എഴുതേണ്ടത്. നമുക്ക് ആ സംഭാഷണത്തിന്റെ മാതൃക എങ്ങനെയാണ് എന്ന് നോക്കാം. സംഭാഷണത്തിന്റെ ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് അതൊന്ന് വായിച്ചു നോക്കുക. ആമ: കുളത്തിലെ വെള്ളം വറ്റാറായി, എന്നെയും കൂടി നിങ്ങളുടെ കൂടെ കൂട്ടുമോ? അരയന്നം: നിന്നെ എങ്ങനെ കൊണ്ടുപോകും? ആമ: എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം, ഇവിടെ നിന്നാൽ ഞാൻ ചത്തുപോകും. അരയന്നം: നീ വിഷമിക്കേണ്ട, നിന്നെ കൊണ്ടുപോകുന്നതിനുള്ള വഴി കണ്ടെത്താം. ആമ: എനിക്ക് നിങ്ങളെപ്പോലെ പറക്കാൻ കഴിയില്ലല്ലോ. അരയന്നം: ഞങ്ങൾ ഈ വടിയിൽ പിടിക്കുമ്പോൾ നിനക്ക് അതിൽ കടിച്ചു പിടിച്ച് ഞങ്ങളുടെ കൂടെ പോരാം. ആമ: ശരി, ഞാൻ റെഡിയാണ്. ഇതൊരു മാതൃകയാണ്. ഇത് അവിടെ എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി ചുരുക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും എഴുതാം. ഏതായാലും ഈ സംഭാഷണം നിങ്ങൾ പൂർത്തിയാക്കുക. ഇതാണ് നമ്മോട് അടുത്ത പറഞ്ഞ പ്രവർത്തനം. ഇനി 3ാമത്തെ പ്രവർത്തനം കൂടി നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതാണ് ആ പ്രവർത്തനം. അരയന്നങ്ങളുടെ കഥ ബാക്കി ചിത്രം വരച്ച് എഴുതി പൂർത്തിയാക്കാനുള്ള പ്രവർത്തനമാണ്. നേരത്തെ സംഭാഷണം എഴുതിയ കഥയുടെ ബാക്കി തന്നെയാണ്. നമുക്ക് ആ കഥ ഒന്ന് വായിച്ചു നോക്കാം. ആമ പറഞ്ഞു. ഇതാണ് കഥയുടെ പേര്. ആമയും അരയന്നങ്ങളും ചങ്ങാതിമാരാണ്. ചിത്രം കണ്ടല്ലോ. ഇനി കുളത്തിൽ വെള്ളം വറ്റി, അരയന്നങ്ങൾ അകലെയുള്ള കുളത്തിലേക്ക് പോകാൻ തയ്യാറായി. നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം, അരയന്നങ്ങൾ പറഞ്ഞു. അവർ പറന്നു. നോക്കൂ, ഈ പറക്കുന്ന കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും.
രണ്ട് അരയന്നങ്ങൾ ഒരു കമ്പ് കടിച്ചു പിടിച്ച് അതിൽ ആമ കടിച്ചു പിടിച്ചുകൊണ്ട് പറന്നു പോവുകയാണ്. നേരത്തെ നമ്മുടെ സംഭാഷണം എഴുതിയത് തന്നെയാണ്. ഇനി ബാക്കി ഇവിടെയാണ് കഥ എഴുതേണ്ടത്, ചിത്രം വരയ്ക്കേണ്ടതും. ഈ സ്റ്റെപ്പിന്റെ ബാക്കിയാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ട് എന്താ സംഭവിച്ച ആ കഥ നമ്മൾ കേട്ടതാണല്ലേ. പ്രകൃതി ഭംഗി കണ്ട ആമ എന്തോ സംസാരിക്കാനായി വായ തുറക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ വടിയിൽ നിന്നും പിടുത്തം വിട്ട് ആമ താഴേക്ക് വീഴുന്നു. അപ്പൊ എന്താ അവിടെ ആ വീഴുന്ന ചിത്രം നമ്മൾ ഇവിടെ വരച്ചു ചേർക്കുക. എന്നിട്ട് ആമ വായ തുറന്നപ്പോൾ പിടിവിട്ട് താഴെ വീണു, അല്ലെങ്കിൽ ആമ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിടിവിട്ട് താഴെ വീണു. അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതി നിങ്ങൾക്ക് ഈ കഥ പൂർത്തിയാക്കാം. കൂട്ടുകാരെ, ഇങ്ങനെയാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞത്. കൂട്ടുകാർ കുറച്ചുകൂടി വൃത്തിയായി നന്നായി എഴുതി ഇത് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.